നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ വന്നു. മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഓൾ ടൈം ഹൈ നിഫ്റ്റിയും സെൻസെക്സും ക്രിയേറ്റ് ചെയ്തു. അവസാന സമയത്ത് ഫിനാൻഷ്യൽ നിഫ്റ്റിയിലും അതല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഈവൻ നിഫ്റ്റി ഐ ടിയിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി ഐ ടിങ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ 5-ൽ 4 കമ്പനീസും നിഫ്റ്റി ഐ ടി ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ 9% റാലി രേഖപ്പെടുത്തിയ കമ്പനി സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിൽ പോയി. കൂടാതെ തന്നെ US, ഇന്ത്യ, ജർമ്മൻ രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ ഡേറ്റ ഈ വരുന്ന ബുധനാഴ്ച ദിവസം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ വാച്ച് ചെയ്യുകയാണ് ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ദിവസം സെയിം ടൈം തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റോ യൂറോപ്യൻ മാർക്കറ്റോ ഒന്നും തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിരുന്നില്ല. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി. നിഫ്റ്റി മുകളിലേക്ക് പോയി. അവസാന സമയത്താണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഏഷ്യൻ മാർക്കറ്റിലെ ചൈന, ഓസ്ട്രേലിയ ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, അവധിയായിരുന്നു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റും റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റും ഈവൻ US ഫ്യൂച്ചറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെഡിലാണ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് സെൻസെക്സ് 77,079 നിഫ്റ്റി 23,412 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരുടെ എല്ലാം തന്നെ വകുപ്പുകൾ ഇതുവരെ തീരുമാനമായിട്ടില്ല. എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ആ ഒരു തീരുമാനത്തിലാണ്. കൂടാതെ തന്നെ സിമൻറ്റ് സ്റ്റോക്കുകളിൽ ബൈയിങ് കണ്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഹൗസിംഗ് പ്ലാനുകളിൽ പുഷാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫെർട്ടിലൈസർ കമ്പനീസിലും ബൈയിങ് കണ്ടിട്ടുണ്ട്. PM-ൻ്റെ കിസാൻ സമ്മത് നിധി ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാ ആളുകളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ രാവിലെ നമ്മൾ പറഞ്ഞ എംഫസിസ് സ്റ്റോക്ക് 3% ഫോൾ രേഖപ്പെടുത്തിയ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. CPI ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ഇനി മാർക്കറ്റിന്, ഇന്ത്യൻ ഗ്ലോബൽ മാർക്കറ്റിന് എല്ലാ രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ ഡേറ്റ ഈ തവണ വരുന്നത് ബുധനാഴ്ച ദിവസമാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ തന്നെ US നിന്ന് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളും ബുധനാഴ്ച ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച വളരെ വലിയ രീതിയിൽ ഗ്ലോബൽ ഈവൻറ്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ്. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത ഒരാഴ്ചയും കൂടിയാണ് ഇന്ന്. ഇനി നമ്മളെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം പരിശോധിക്കാം. നിഫ്റ്റി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. ആക്ച്വലി കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിങ്ങിന് ശേഷം നിഫ്റ്റി 100 പോയിന്റ് ഇടിഞ്ഞതായിരുന്നു. നമ്മൾ ഇന്ന് മോർണിംഗ് 6 മണിക്കാണ് ഏകദേശം ഒരു 100 പോയിന്റ് നിഫ്റ്റി കയറി നമുക്ക് 23,320 ഓപ്പണിംഗ് റേഞ്ച് കിട്ടി. അതിൽ നിന്ന് 23,400 ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 23,234 ലോ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം 173 പോയിന്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ് ഇന്ന് നടത്തിയത്. പോയിന്റുകൾ ഒന്നും തന്നെ ചോർന്നു പോയിട്ടില്ല. എന്നാൽ വലിയൊരു റാലിയും നടത്തിയില്ല. നിഫ്റ്റി ഒരു 30 പോയിന്റിൻ്റെ ഒരു നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ സെൻസെക്സ് 200 പോയിന്റും ബാങ്ക് നിഫ്റ്റി 22 പോയിന്റിൻ്റെ ഒരു ഫ്ലാറ്റായ ഒരു അവസ്ഥയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിം, ഹീറോ മോട്ടോ കോർപ്പ്, സിപ്ല, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസാണ്. ടെക്കമ്മ, ഇൻഫോസിസ്, വിപ്രോ, L&T മൈൻട്രി 4 കമ്പനിയാണ് നിഫ്റ്റി 50യിൽ IT കമ്പനീസിൽ ഇന്ന് റെഡിൽ ക്ലോസ് നടത്തിയിട്ടുള്ളത്. M&M-ഉം ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&M-ഉം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ 69,376 ട്രേഡ് ചെയ്യുമ്പോൾ ഗോൾഡ് 2,300 $6 ഒരു സ്പൈക്ക് കണ്ടു. ചൈന ഗോൾഡ് ശേഖരിക്കുന്നത് കുറച്ചതുകൊണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് കഴിഞ്ഞ ദിവസം $89 ഒരു ഫോൾ കണ്ടിരുന്നു. ബ്രന്റ് ഓയിൽ $79 പെർ ബാരൽ. ഓസ്ട്രേലിയൻ മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും അവധിയായിരുന്നു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ് റെഡിൽ അവസാനിപ്പിച്ചപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും US ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവായ ഒരു രീതിയിലാണ്. മാർക്കറ്റിലേക്ക് വരുവാൻ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, സ്വിംഗ് ട്രേഡ് തുടങ്ങിയ കോഴ്സുകൾ കൊച്ചിയിൽ നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ ഇരുന്ന് നമ്മളെ ഇൻസ്ട്രക്ടറോടൊപ്പം ഇരുന്ന് പഠിക്കുവാനും കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം റയമണ്ടായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. റയമണ്ട് റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. റയമണ്ട് റിയാലിറ്റി 2,000 കോടി രൂപയുടെ ഒരു ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ബാന്ദ്രയിൽ അവർ തുടങ്ങുന്നുണ്ട്. JBM ഓട്ടോ കമ്പനി ഇവർ എമ്യൂൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഒരു പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പുറവൻകര ഇവർ ഒരു റിയാലിറ്റി കമ്പനിയാണ്. ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ള റിയാലിറ്റി കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഗെയിൽ എത്തനോൾ പ്ലാന്റ് ചെയ്യാനായിട്ട് മധ്യപ്രദേശിൽ 60,000 കോടി രൂപയുടെ ഒരു ഹെവി പ്ലാന്റ് കമ്പനി തുടങ്ങുന്നുണ്ട്. അഹ്ലുവാലിയ കോൺട്രാക്ട് കമ്പനിക്ക് 483 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ഹാവൽസ് ഇന്ത്യ കമ്പനി UAE വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ജംബോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് UAE, ഇലക്ട്രോണിക്
കമ്പനിയാണ്. അപ്പോൾ ജംബോ ഗ്രൂപ്പായിട്ട് കിച്ചൺ അപ്ലയൻസ് ചെയ്യാനായിട്ട് ഹാവൽസ് ധാരണയായിട്ടുണ്ട്. ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. മാൻ ഇൻഫ്ര കമ്പനി അവർ ബോംബെയിൽ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് ഒരു പുതിയൊരു ഓർഡർ കിട്ടി. കോൺഫിഡൻസ് പെട്രോ കമ്പനി 13 സ്ഥലത്ത് ഓട്ടോ LPG ഡിസ്പെൻസർ സ്റ്റേഷൻസ് കമ്പനി ആരംഭിച്ചു. ബിഗ്ലോക്ക് കൺസ്ട്രക്ഷൻ കമ്പനി AEC വാൾ പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് ഉത്തർപ്രദേശിൽ അവരുടെ ഒരു പുതിയ പ്ലാന്റ് കമ്പനി നിർമ്മിച്ചു. ജിൻഡാൽ സ്റ്റൈലൻസ് കമ്പനി ജിൻഡാൽ ഡിഫൻസിന് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഇവരുടെ T4 റൈഫിളിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. IPOയിലേക്ക് വരുമ്പോൾ ഇക്സിഗോ IPO ഓപ്പൺ ആയിട്ടുണ്ട്. IPO ഡീറ്റെയിൽസ്, കമ്പനികളുടെ ഡിവിഡൻഡ് കൊടുക്കുന്ന ഡീറ്റെയിൽസ്, മറ്റുള്ള ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, FNO ബാൻ, FISൻ്റെ ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരു ട്രേഡർ ഇൻവെസ്റ്റർ തേടുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ട്രേഡ് വണ്ടി എന്ന് പറയുന്ന നമ്മളുടെ ട്രേഡിംഗ് വിങ്ങിലുണ്ട്. bismate.com എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ഉള്ള ഒരു ട്രേഡിംഗ് ഡിവിഷനാണ് ട്രേഡ് ബഡ്ഡി. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്യാം നിങ്ങളുടെ മൊബൈലിൽ. സുപ്രജിത് എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ 50 മില്യൺ റവന്യൂ ഉണ്ടാക്കുമെന്നാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. കമ്പനി അടുത്തിടെ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഡ്യൂട്ടി കേബിൾ മേക്കേഴ്സായിട്ട് അക്യൂർ ചെയ്തിരുന്നു. KC ഇൻ്റർനാഷണൽ ഇന്ന് 8% റാലി രേഖപ്പെടുത്തി നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. 1061 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഭാരത് ഡൈനാമിക് കമ്പനി 20,000 കോടി രൂപയുടെ പുതിയ ഓർഡറാണ് നെക്സ്റ്റ് ഒരു 2-3 ഇയറിനുള്ളിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ഗോദാവരി പവർ കമ്പനി 12% റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുന്നുണ്ട്. ജൂൺ 15 ഇവരുടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. അക്സക്കേഡ് ടെക്നോളജി കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയ ഒരു കമ്പനിയാണ്. ഇവർക്ക് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഡ്രോൺ സംബന്ധിച്ചുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഹെറിറ്റേജ് ഫുഡ് കമ്പനി നമുക്കറിയാം, ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലുള്ള ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഹെറിറ്റേജ് ഫുഡ് കമ്പനി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കമ്പനി ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. വലിയ തോതിലുള്ളൊരു റിട്ടേൺ ഈ ഒരു കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രാഥമികമായിട്ടുള്ള ന്യൂസുകൾ. നമ്മളെ ഒരു പ്രീ മാർക്കറ്റ് സെക്ഷൻ എല്ലാ ദിവസവും രാവിലെ 7:00 നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ ഉള്ള ന്യൂസുകളും മറ്റുള്ള ഗ്ലോബൽ ഈവൻറ്റുകളും രാത്രി റിഫ്ലക്റ്റ് ചെയ്ത നിഫ്റ്റി മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെ നമ്മൾ രാവിലെ എല്ലാ ദിവസവും 7:00 നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.